നമ്മൾ പറയുന്നത് ദി ആഡം പ്രോജക്റ്റ് എന്ന സിനിമയുടെ കഥയാണ്. ഇത് വെറും ഒരു സയൻസ് ഫിക്ഷൻ പടമല്ല, റിലേഷൻഷിപ്പുകൾ തമ്മിലുള്ള സ്നേഹത്തിന്റെയും പഴയ കാര്യങ്ങൾ തിരുത്തുന്നതിന്റെയും ഒക്കെയുള്ള ഒരു കഥയാണ്. എ സിമ്പിൾ ഫൺ ടൈം ട്രാവൽ സ്റ്റോറി അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. വെൽക്കം ടു സ്കിനിമ. ലെറ്റ്സ് ഗോ. കഥ തുടങ്ങുന്നതിന് മുന്നേ പ്രധാന കഥാപാത്രങ്ങളെ ഒന്ന് നോക്കാം. വലിയ ആഡം റീഡ് 2050 ഒരു പൈലറ്റാണ് നമ്മുടെ വലിയ ആഡം റീഡ്. റയാൻ റെനോൾഡ്സ് ആണ് ഈ ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെയുള്ളതാണ് ചെറിയ ആഡം റീഡ്. 2022 ജീവിക്കുന്ന 12 വയസ്സുകാരനായ ഭയങ്കര ടോക്കറ്റീവായ കുട്ടി. വോൾക്കർ സ്കോബൽ ആണ് ഈ ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെയുള്ളതാണ് ലൂയിസ് റീഡ്, ആഡമിന്റെ അച്ഛനാണ്. ടൈം ട്രാവൽ കണ്ടുപിടിച്ച ഒരു വലിയ സയന്റിസ്റ്റ് ആണ് ഈ ഒരു കഥാപാത്രം, പ്ലേഡ് ബൈ ദ വൺ ആൻഡ് ഓൺലി മാർക്ക് റഫെല്ലോ. പിന്നെയുള്ളതാണ് മായ ഡീൻ, വിച്ച് ഇസ് ദ വില്ലൻ. ടൈം ട്രാവലിന്റെ ആ ഒരു ശക്തി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആളാണ് മായ ഡീൻ. ആൻഡ് ദർ ഇസ് ലോറ, പ്ലേഡ് ബൈ സോയി. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. 2050 നമ്മുടെ വലിയ ആദം റീഡിന് ഒരു വലിയ മിഷനുമായിട്ട് യാത്ര തിരിക്കുകയാണ്. ടൈം ട്രാവൽ ചെയ്ത് 2018 എത്തണം എന്നതാണ് ആ ഒരു മിഷൻ. എന്തിനാണെന്നല്ലേ, അവന്റെ ഭാര്യയായ ലോറ അവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. ലോറയെ രക്ഷിക്കാനായി അവന്റെ കൈവശമുള്ള ആകെയുള്ള ആയുധം ലൈറ്റ് സോഡാണ്. പക്ഷെ യാത്രക്കിടയിൽ ആഡമിന്റെ ഈ ഒരു സ്പേസ് ഷിപ്പ് തകരുന്നുണ്ട്. കൂടെ തന്നെ ലക്ഷ്യം തെറ്റി 2018 എത്തേണ്ട ആഡം ലാൻഡ് ചെയ്തത് 2022 അതായത് അവന്റെ സ്വന്തം പാസ്റ്റിൽ. അവന്റെ സ്പേസ് ഷിപ്പ് പിടിച്ചു തകർന്നു. ആദമിന് നല്ല പരിക്കും പറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു സ്പേസ് ഷിപ്പ് നന്നാക്കിയാൽ മാത്രമേ അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റൂ. അതിലൊരു കാര്യം വേണം, അവൻ അവനെ തന്നെ സഹായിക്കണം. എങ്ങനെയെന്നല്ലേ, ഈ ആഡം തകർന്ന സ്പേസ് ഷിപ്പുമായി കാടിനുള്ളിലുള്ള ഒരു വീട്ടില് ഒളിച്ചു താമസിക്കുകയായിരുന്നു. അത് വേറെ ആരുടെയും വീടല്ല, 2022 അവന്റെ സ്വന്തം വീടാണ്. 2022 നമ്മുടെ ചെറിയ ആഡം ഒരുപാട് വിഷമങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അവന്റെ അച്ഛൻ ലൂയിസ് റീഡ് മരിച്ചിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ. അവന്റെ അമ്മ അവൻ എപ്പോഴും വഴക്ക് പറയാറുണ്ട്. ഈ ലോകത്ത് അവൻ അത്രയ്ക്ക് ആരെയും ഇഷ്ടവുമല്ല. അവന്റെ അമ്മയ്ക്ക് പോലും അവനെ മനസ്സിലാക്കാത്തൊരു പോയിന്റാണ് അത്. ഒരു രാത്രി ചെറിയ ആഡം വീട്ടിലെ ഗരാജിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു വലിയ മനുഷ്യനെ കണ്ടു. ആദ്യമൊന്നും ചെറിയ ആഡം വിശ്വസിച്ചിരുന്നില്ല ദാറ്റ് ഇത് അവന്റെ സെൽഫ് ആണെന്ന്. പക്ഷെ രണ്ടുപേരുടെയും ശരീരത്തിലെ ഒരേ ഒരു പഴയ സ്കാർ കണ്ടപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായത്. ഇവരുടെ സ്വഭാവം പക്ഷെ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. വലിയ ആഡം കുറച്ചൊക്കെ ദേഷ്യമുള്ള ആളാണ്. ചെറിയ ആഡം ആകട്ടെ എല്ലാ വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരു പാവം പയ്യാണ്. ചെറിയ ആഡം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വലുതായാലും ഞാൻ ഇത്ര ബോറനാവോ എന്നുള്ള കാര്യം. രണ്ട് ആഡം ഒരുമിച്ചായപ്പോൾ ടൈം ട്രാവലിന്റെ നിയമം അനുസരിച്ച് അത് വളരെ അപകടമാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകണം. ആഡമിന്റെ യാത്ര അത്ര സീക്രട്ട് ആയിരുന്നില്ല. അവനെ അന്വേഷിച്ച് രണ്ടുപേരെത്തി. ഒന്ന് അവന്റെ ഭാര്യയായ ലോറ, മറ്റൊന്ന് ഈ കഥയിലെ വില്ലനായ മായ ഡീൻ. ലോറ ആഡമിന്റെ ഭാര്യയാണ്. മാത്രമല്ല മായ ഡീന്റെ ആളായിരുന്നു ലോറ. ടൈം ട്രാവലിന്റെ ശക്തി മുഴുവൻ സ്വന്തമാക്കി ലോകം ഭരിക്കുന്ന സ്ത്രീയാണ് മായ. ലോറയ്ക്ക് ആദമിനെ രക്ഷിക്കണം. പക്ഷെ ആദമിന്റെ യാഥാർത്ഥ്യ ലക്ഷ്യം ബോസ് 2018 ചെന്ന് അവന്റെ അച്ഛൻ ലൂയിസ് റീഡ് ഉണ്ടാക്കിയ ഈ ഒരു ടൈം ട്രാവലിന്റെ മാസ്റ്റർ ചിപ്പ് നശിപ്പിക്കണം എന്നുള്ള കാര്യം. ആ ചിപ്പ് നശിപ്പിച്ച മായ ഡീന്റെ അധികാരം ഇല്ലാതാവും. ലോറ ഈ ആദംമാരെ സഹായിക്കുന്നുണ്ട്. അവർ ഒരുമിച്ച് മായ ഡീന്റെ ടീമിൽ നിന്നും രക്ഷപ്പെട്ട് അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങി, 2018. പക്ഷെ അവർക്ക് ഒരൊറ്റ പ്രശ്നം മാത്രം. 2022 ആദമും 2050 ആഡവും ഒരുമിച്ച് നിൽക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കും. ആ ഒരു ടൈമിനെ അത് തകർക്കും. ഈ രണ്ട് ആദവുമാരും 2018 അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് എത്തി. ഇവിടെയാണ് അവരുടെ അച്ഛൻ ലൂയിസ് റീഡ് ജീവിച്ചിരിക്കുന്നത്. ടൈം ട്രാവലിന്റെ ചിപ്പ് നശിപ്പിക്കാൻ അച്ഛന്റെ സഹായം ഇവർക്ക് കിട്ടിയേ തീരത്തുള്ളൂ. പക്ഷെ വലിയ ആഡം അച്ഛനെ കാണാൻ കുറച്ചൊക്കെ മടിച്ചു. ചെറുപ്പത്തിൽ തങ്ങളെ വിട്ടുപോയതിനും പെട്ടെന്ന് മരിച്ചു പോയതിനും ഒക്കെയുള്ള ആ അച്ഛനോടുള്ള ഒരു ദേഷ്യം ആഡമിന്റെ മനസ്സിലുണ്ടായിരുന്നു. അവസാനം നമ്മുടെ ചെറിയ ആദം മുൻകൈ എടുത്ത് അച്ഛനെ കണ്ടു. അവന്റെ വിഷമം കണ്ടപ്പോൾ അച്ഛന് കാര്യം മനസ്സിലായി. തന്റെ കണ്ടുപിടുത്തമാണ് ഭാവി ലോകത്തെ അപകടത്തിലാക്കാൻ പോകുന്നതെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞു. അച്ഛൻ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. അവർ ലാബിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു. അവിടെ വെച്ച് വലിയ ആദമിന് തന്റെ അച്ഛൻ വെറും ഒരു സയന്റിസ്റ്റ് മാത്രമല്ല, തന്നെ സ്നേഹിക്കുന്ന സാധാരണക്കാരനായ ഒരു അച്ഛൻ കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പഴയ ദേഷ്യം മാറി സ്നേഹം മനസ്സിൽ വന്നു. ഈ ഒരു സമയത്ത് ലോറയുടെ ഒരു പഴയ ഡേറ്റ ഉപയോഗിച്ച് വലിയ ആദം ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ലോറ ആക്ച്വലി മരിച്ചിട്ടില്ല. അവളെ കൊല്ലാൻ ശ്രമിച്ചത് മായാഡീൻ തന്നെയാണ്. അങ്ങനെ അവർ മൂന്നുപേരും ഒന്നിച്ചു നിന്നു. അച്ഛൻ ലൂയിസും ചെറിയ ആഡമും വലിയ ആദമും. അവരുടെ മെയിൻ ലക്ഷ്യം വാസ് ആ ഒരു മാസ്റ്റർ ഷിപ്പ് നശിപ്പിക്കുക. മായാഡീനും അവളുടെ ടീമും ആ ഒരു ലാബിലെത്തി. കാരണം ചിപ്പ് നശിപ്പിച്ചാൽ തന്റെ അധികാരം ഇല്ലാതാകുമെന്ന് മായയ്ക്ക് അറിയായിരുന്നു. അവിടെ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട്. അച്ഛനും മകനും ഒന്നിച്ചാണ് ഈ ഒരു പ്രശ്നം നേരിടുന്നത്. ആ ഒരു പ്രശ്നത്തിനിടയിൽ ഒരു ഞെട്ടിക്കുന്ന കാര്യം സംഭവിക്കുന്നുണ്ട്. മായ ഡീൻ തന്റെ പഴയ രൂപമായ 2018 മായ ഡീനെ കണ്ടുമുട്ടുന്നുണ്ട്. രണ്ട് മായ ഡീനുമാരും അവിടെ ഒന്നിച്ച് ആ ഒരു ടൈമിൽ വന്നപ്പോൾ ടൈം ട്രാവലിന്റെ നിയമം തെറ്റി. ആ ഒരു ടൈം ട്രാവൽ തകർന്നുപോയി. 2050 മായ ഡീനും അവളുടെ പഴയ രൂപവും ഒരുമിച്ച് ടേൺഡ് ഇൻടു ആഷസ്. ഇതോടെ മായ ഡീന്റെ ആ ഒരു ഭരണം
ഇല്ലാണ്ടായി. ഇതിനെല്ലാം ശേഷം മാസ്റ്റർ ചിപ്പ് നശിപ്പിക്കപ്പെട്ടു. ടൈം ട്രാവൽ എന്ന കണ്ടുപിടുത്തം തന്നെ ഇല്ലാണ്ടായി. ടൈം ട്രാവൽ എന്ന ആശയം ഇല്ലാതായതോടുകൂടി വലിയ ആദം റീഡിന് 2022 ഈ ലോകത്ത് അധികം സമയം പിന്നില്ലായിരുന്നു. അവൻ സമയത്തിന്റെ ഒരിക്കൽപ്പെട്ട് ലയിച്ചു പോകും. വലിയ ആഡം പോയതോടുകൂടി 2022 ചെറിയ ആഡം പുതിയൊരു കുട്ടിയായി മാറി. അച്ഛൻ നൽകിയ സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും ഓർമ്മകളുമായി അവൻ അമ്മയോട് സ്നേഹത്തോടെ പിന്നെ സംസാരിച്ചു. പുതിയ ജീവിതം തുടങ്ങി. നമ്മുടെ പാസ്റ്റ് മാറ്റാൻ ശ്രമിക്കാതെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൊണ്ട് ഫ്യൂച്ചർ മെച്ചപ്പെടുത്താൻ എപ്പോഴും ശ്രമിക്കുക. ആൻഡ് ഇഫ് യു വാണ്ട് ടു വാച്ച് ദിസ് ഫൺ അടിപൊളി ടൈം ട്രാവൽ പടം ബൈ ഷോൺ ലെവി, it's available on Netflix. And if you like this video, do like, share and subscribe to Skinema.